ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ വിജയ് ദേവരകൊണ്ട, സമന്ത എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ ഖുഷി എന്ന് പറയുന്ന സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ്. അപ്പോൾ സിനിമ കണ്ടിറങ്ങിയിരുന്ന പ്രേക്ഷകരോട് നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. अच्छा अच्छा വിജയ് ദേവരകൊണ്ട ആക്ടിങ് हाँ बढ़िया अच्छा അല്ലേ കൊള്ളാം, കാണാൻ കൊള്ളാം, കണ്ടിരിക്കാം. അത്ര വലിയ കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗാണ്. കുഴപ്പമില്ല, അത്രയൊന്നുമില്ല, അതുവരെ എന്തായാലും ഇല്ല. ഇത് കുഴപ്പമില്ല. ഓ പിന്നെ സ്പീഡിനേക്കാളും കൊള്ളാം, എന്തായാലും അതിനേക്കാളും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. പടം കൊള്ളാം, കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക. ആക്ടിങ് ഒക്കെ വലിയ റൊമാൻസ് ഒക്കെ കൊള്ളാം. രണ്ടുപേരും ക്ലീശ അത്ര മറ്റേ മുമ്പത്തെ പടത്തെ പോലെ അങ്ങനത്തെ ഒരു സംഭവമില്ല. എന്നാലും ഓക്കെയാണ്, കണ്ടുകൊണ്ടിരിക്കുക. ലൈഗറിനേക്കാളും എന്തുകൊണ്ടും മുകളിലാണ്. ക്രോസ് ബ്രീഡ് കാണല്ലേ. നല്ലൊരു പടമാണ്. അത് കൂടുതലും ഫാമിലി ഇമോഷൻസിനെ പറ്റി അങ്ങനെയുള്ള പടമാണ്. ഫസ്റ്റ് ഹാഫ് കോമഡിയാണ്, സെക്കൻഡ് ഹാഫ് കുറച്ച് സീരിയസ് ആയിട്ടാണ് പോകുന്നത്. സ്റ്റോറി സ്ഥിരമാണെങ്കിലും നമുക്ക് ബോറടിക്കില്ല. 2.25 മണിക്കൂറുണ്ട് പടം, പക്ഷെ നമുക്ക് ബോറടിക്കാതെ നല്ല രീതിയിൽ അത് കാണാം. പിന്നെ അവരുടെ ലീഡ് പേരൻ്റെ കെമിസ്ട്രി ഒക്കെ കൊള്ളാം. നമുക്ക് എന്താണ് പറഞ്ഞത്, 2.25 മണിക്കൂറുള്ളപ്പോൾ സാധാരണ നമുക്ക് ബോറടിക്കാറില്ലേ പതിവ്. ഇതങ്ങനെയില്ല, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പോകുന്നത്. തിരിച്ചുവരവാണ്. not good not good Not bad. Personally, I felt that since it was supposed to be the culmination of two people who were interested in each other, I think, yeah, overall it was a good movie. You can enjoy it. Acting wise, Vijay Devarkonda, Samantha performance. Both of them were great. It's just an emotional journey throughout. The first half and the second half both. In the second half, you can really, I'm just overall enjoyable movie. Thank you. എടുത്ത് പറയാൻ നമുക്ക് നമ്മുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സീൻസ് ഉണ്ട്. നമുക്ക് മാരീഡ് കപ്പിൾസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ. നല്ല മൂവിയാണ്, എല്ലാവരും ഒന്ന് കാണണം. അല്ല, അങ്ങനത്തെ ഫിലിമേ അല്ല, അങ്ങനത്തെ ജോണറല്ല. നല്ല മൂവിയാണ്, ഫാമിലി മൂവിയാണ്. കുട്ടികളൊക്കെ ആയിട്ട് വന്നിരുന്ന് കാണാം. കൊള്ളാം, നല്ല മൂവിയാണ്. എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയ മൂവിയാണ്. സത്യം പറഞ്ഞാൽ കൊള്ളാം. വലിയ ബോറെന്ന് പറയാനില്ല. സെക്കൻഡ് ഹാഫാണ് പടത്തിൻ്റെ ട്രാക്കിലോട്ട് എത്തിച്ചത് ഫസ്റ്റ് ഹാഫിനെ കാട്ടി, സത്യം പറഞ്ഞാൽ. പിന്നെ വിജയും പിന്നെ സമന്തയായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻസ് എല്ലാം ഭയങ്കര സൂപ്പറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇഷാമിൻ്റെ മ്യൂസിക്, മറ്റേ ഹൃദയത്തിന് ശേഷം നല്ലൊരു സൂത്തിങ് ആയിട്ടുള്ള കുറേ സോങ്സ് ഉണ്ടായിരുന്നു. ബീജും എല്ലാം നല്ലപോലെ വർക്കൗട്ടായിരുന്നു, നല്ല ഫീൽ കിട്ടുന്നുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു മലയാളിയായിട്ടുള്ള ഒരാൾ അവിടെ പോയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കത് ഭയങ്കര അഭിമാനമാണല്ലോ, സത്യം പറഞ്ഞാൽ. അതങ്ങനെ വർക്കൗട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജയറാമേട്ടനുണ്ട് ഇതിൻ്റെ അകത്ത് മലയാളത്തിൽ നിന്ന്. പുള്ളിക്കാരൻ നല്ല രീതിക്ക് തന്നെ ഉള്ള സീൻസ് എല്ലാം കുറച്ച് ഇമോഷൻ സീൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ചിലതൊക്കെ വലിച്ചു നീട്ടിയതായിട്ടൊരു ഫീല് തോന്നിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു എന്താ പറയുക, സെക്കൻഡ് ഹാഫിൽ കുറച്ച് അല്ലായിരുന്നെങ്കിൽ കുറച്ച് നോർമലായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ല, ആ ലെവലെന്ന് പറയാനില്ല. ഒരു വിധം എന്താ, ഒരു നോർമലായിട്ട് പോകുന്നൊരു സംഭവമാണ്. അത് അനുസരിച്ചുള്ള ക്യാരക്ടറൈസേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. വേറെ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് കണ്ടിരിക്കാം, അത്ര തന്നെ. പിന്നെ പൈസ വസൂലാണ്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ റോളുള്ള ഇഷാമിനാണ് മ്യൂസിക്കിൻ്റെ. അത് നല്ലതായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ ഒരു സുഖം തന്നെയുണ്ട്. തിയേറ്റർ വാച്ചാണ്, ഒരിക്കലും നഷ്ടം വരത്തില്ല, കണ്ടിരിക്കാം. ഓക്കെ.